ഹായ് ഗൈസ്, വെൽക്കം ബാക്ക്. അങ്ങനെ നീണ്ട നാളത്തെ കാത്തിരിപ്പിന് വിരാമം ഇട്ടുകൊണ്ട് ഫസ്മിന സക്കീർ തന്റെ ഒരു ഡയറി വീഡിയോ ആയിട്ട് എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. എല്ലാവർക്കും ഇൻട്രസ്റ്റ് ഉള്ള ഒരു ടോപ്പിക് ആണെന്നില്ല. സോ ഇൻട്രസ്റ്റ് ഉള്ള ആളുകൾ മാത്രം ഈ ഒരു വീഡിയോ കണ്ടാൽ മതി. ഇൻട്രസ്റ്റ് ഇല്ലാത്തവർക്ക് നമ്മൾ തൊട്ട് പുറകെ അടുത്ത വീഡിയോസ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നതായിരിക്കും. ഈ ഒരു വീഡിയോ ചെയ്യുന്നുണ്ട് നമുക്ക് കുറച്ച് ചിക്കിളി കിട്ടും എന്നുള്ളത് മാത്രമാണ് ഉള്ളത് സുഹൃത്തുക്കളെ. ഏകദേശം 1 മണിക്കൂറോളം ഉള്ള വീഡിയോ ആണ് ഫസ്മിനയുടെ. സോ ഞാനിത് മാക്സിമം ചുരുക്കി പറയാനെ കൊണ്ട് ഇവിടെ ശ്രമിക്കാം. ആദ്യം തന്നെ ഈ ഒരു 1 മണിക്കൂറുള്ള ഈ ഒരു വീഡിയോയ്ക്കകത്ത് ഫസ്മിന ആദ്യം പറയുന്ന കുറച്ച് കാര്യങ്ങൾ എഗെയിൻ ഈ ലല്ലൂമ്പിനെ കുറിച്ചിട്ടാണ്. ലല്ലൂമ്പി അങ്ങനെയാണ്, ഭയങ്കര വെള്ളമടിയാണ്, ഭയങ്കര പെണ്ണുപിടിയനാണ്, കുറെ ആൾക്കാരുമായിട്ട് വീഡിയോ കോൾ ചെയ്ത് അത് ഇതുള്ള സംഭവങ്ങളൊക്കെ തന്നെയാണ് ഇവിടെ മെയിനായിട്ട് പറയുന്നത്. പിന്നെ ഫസ്മിനയുടെ അങ്ങനെ ഒരു വീഡിയോ ഡയറിയുടെ സംഭവം ഇട്ടതിന് ശേഷമാണല്ലോ നമ്മളാണെങ്കിൽ ഈ സംഭവങ്ങളൊക്കെ കൂടുതലായിട്ട് അറിഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പം ലല്ലൂമ്പി ആണെങ്കിലും ഇത്തയുടെ ആ വീഡിയോ കണ്ടതുകൊണ്ട് മാത്രമാണ് അറിഞ്ഞത്. അതിന് മുന്നേ ലല്ലൂമ്പി മുമ്പുള്ള ഇന്റർവ്യൂസിനകത്തൊന്നും പറഞ്ഞിട്ടില്ലല്ലോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഫസ്മിന പറയുന്നുണ്ടായിരുന്നു. അതിനുശേഷമാണെങ്കിലും അതിന് മുമ്പാണെങ്കിൽ കൂടി അങ്ങനെ ഒരു ഡയറിയുടെ സംഭവം അവിടെ ഉണ്ടല്ലോ അല്ലേ. പിന്നെ അത് കഴിഞ്ഞിട്ട് പറയുന്ന ഒരു സംഭവം എന്ന് വെച്ചാൽ ലല്ലൂമ്പി ഫസ്മിനയ്ക്കെതിരെ അങ്ങോട്ട് കുറേ കേസുകൾ കൊടുത്തുവെന്നും ഫസ്മിന അങ്ങോട്ട് കുറേ കേസുകൾ ലല്ലൂമ്പിക്ക് കൊടുത്തു എന്നുള്ള കാര്യങ്ങളൊക്കെ അവിടെ പറയുന്നുണ്ടായിരുന്നു. പോലീസുകാർ തന്നെ നട്ടതിരിഞ്ഞിരിക്കുകയാണ് ഇതിനൊരു അന്ത്യവില്ലിയോടെ എന്നുള്ള നിലയിലൊക്കെ തന്നെ. അത് കഴിഞ്ഞിട്ട് ഈ ഫസ്മിനയ്ക്കെതിരെ ലല്ലൂമ്പി എടുത്തേക്കുന്ന അടുത്തൊരു കേസ് ഉണ്ടായിരുന്നു. ലല്ലൂമ്പിയുടെ ഈ പറയുന്ന നഗ്നത വീഡിയോ പുറത്തു വിടുക എന്നുള്ള രീതിയിലുള്ള ഒരു സംഭവം അങ്ങനെ ചെയ്യാൻ പാടുന്നൊരു സീന് കാര്യങ്ങളൊക്കെ തന്നെ. അപ്പോൾ അതിൻ്റെ പേരിൽ ഇവൻ ഓൾറെഡി ഒരു പഞ്ചായത്ത് വൈപ്പാണ്. അപ്പം കുറേ ആൾക്കാരുടെ കയ്യിൽ ഇവൻ്റെ പ്രൈവറ്റ് പാർട്സിൻ്റെ ഇതൊക്കെ കാണിക്കുന്ന വീഡിയോസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഇത് ഞാനായിട്ട് പബ്ലിക് ആക്കുമെന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഒരു സീൻ്റെ കാര്യം എന്താണ് എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ഒക്കെ ബ്ലർ ചെയ്തിട്ടാണ് ഇവിടെ കാണിച്ചേക്കുന്നത്. കാര്യം ബ്ലർ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻ സ്ട്രൈക്ക് കാര്യങ്ങളൊക്കെ കിട്ടുന്നതായിരിക്കും. അതുകൊണ്ട് ബ്ലർ ചെയ്തിട്ടാണ് ഇവിടെ ഫസ്മിനെ കാണിച്ചിട്ടുണ്ടായിരുന്നത്. ഞാൻ ഇവിടോട്ട് കാണിക്കാൻ നിൽക്കുന്നില്ല, നമുക്കത് താല്പര്യമില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ ഫസ്മിനയുടെ ഡയറിയുടെ കേസ് ഈ കാര്യം പറയാൻ വന്നിട്ടിടയ്ക്ക് പിന്നെ ഇത് പൊക്കി പിടിച്ചുകൊണ്ട് അവൻ ഭൂലോക ഉടായിപ്ലിക്കേഷൻ ആണ്, അങ്ങേ അറ്റത്തെ ചെറ്റതരം കാണിച്ചുകൊണ്ടിരുന്ന ഒരുത്തം തന്നെയാണ്, അല്ലാന്ന് പറയുന്നില്ല. ഇപ്പോഴും അവൻ അങ്ങനത്തെ പരിപാടി കാണിക്കുന്നുണ്ട്. ഈ പറയുന്ന സഫേനെ ആണെങ്കിലും മോചിച്ചിട്ടുണ്ട്, അതിൻ്റെ കാര്യം നമുക്ക് ഇങ്ങോട്ട് പറയാം. കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരുത്തം തന്നെയാണ്. അപ്പം ഇവന്റെ വീഡിയോ എടുത്തു വെച്ചുകൊണ്ട് അവന്റെ പ്രൈവറ്റ് പാർട്സ് ഒക്കെ കാണിക്കുന്നത് പബ്ലിക്കായിട്ട് ഇട്ടത് കൊണ്ട് എന്താണ് ഇനി ഗുണം എന്നുള്ളത് എന്ന് എനിക്ക് മനസ്സിലാവണില്ല. എന്നിട്ട് ഫസ്മിന തന്നെ അത് കണ്ടിട്ട് എന്തോ ഇത് എന്നുള്ള രീതിയിൽ ഫസ്മിന തന്നെ പറയുന്നതായിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു. ഇനി ഇത് കഴിഞ്ഞിട്ട് ഈ ലല്ലൂമ്പി ആണെങ്കിൽ ഭയങ്കര പൂര വെള്ളമടിയാണെന്നും ഈ പറയുന്ന ഇതിന്റെ പരിപാടിയൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ ഇതിനകത്ത് സംസാരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ലല്ലൂമ്പി ഈ ഒരു ഇന്റർവ്യൂസിനകത്തൊക്കെ വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഞാൻ വലിയൊരു നന്മമരമാണ്, ഞാൻ ഈ പറഞ്ഞ ബിയർ പോലും ഞാൻ കുടിക്കില്ല, സിഗരറ്റ് വലി, പിന്നെ വല്ലപ്പോഴും ബിയർ വല്ല തൊട്ടാലായി എന്നുള്ള രീതിയിലൊക്കെ ആയിരുന്നു പറഞ്ഞേക്കുന്നത്. എന്നാൽ അങ്ങനെ എല്ലാ കാര്യങ്ങളും എന്നൊക്കെയുള്ള ഇവിടെ പറയുന്നുണ്ടായിരുന്നു. ഇനി ഫസ്മിന ഇതിനകത്ത് പറഞ്ഞേക്കുന്ന മറ്റു ചില കാര്യങ്ങളുണ്ട്. ഈ പറയുന്ന സഫേനെ പറ്റിയിട്ട് ഈ ഡയറിക്കകത്തിലെ ഈ ജോയിന്റ് അടി, ഒപ്പം തന്നെ ഈ ജെ ആരാണെന്നുള്ള കാര്യം അതിലോട്ടൊക്കെ നമുക്ക് വരാം. എന്താണെങ്കിലും ഫസ്മിന പറഞ്ഞാട്ടെ സഫയുടെ കാര്യം. ഇപ്പോൾ ഇറ്റ്സ് മീ കൈസിൻ്റെ യൂട്യൂബ് ചാനലിൽ സഫയുടെ വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു. സഫയുടെ ലല്ലുവിൻ്റെ ഫോട്ടോസും വീഡിയോസ്. ടു ബി ഓണസ്റ്റ് എല്ലാം സത്യമായിട്ട് പറയുന്നതാണല്ലോ. ടു ബി ഓണസ്റ്റ് ഞാൻ ഈ വീഡിയോസും ഫോട്ടോസും ഇതിന് ഉപരിയുള്ള കുറേ കാര്യങ്ങൾ ഞാൻ ഇതിന് മുന്നേ കണ്ടിട്ടുണ്ട്. എനിക്ക് റിയാക്ട് ചെയ്യണമെങ്കിൽ വേണമെങ്കിൽ ഒരു 10-15 ദിവസം മുന്നേ റിയാക്ട് ചെയ്യായിരുന്നു. ബട്ട് നമ്മളൊരാൾക്ക് വാക്ക് കൊടുക്കുമ്പോഴത്തേക്കും നമ്മളിതിൽ ഇടപെടില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇടപെടുന്ന ശരിയല്ല. ആൻഡ് ഐ ടോൾഡ് ഹർ എനിക്ക് ഇനി അവളെ ശല്യപ്പെടുത്താനോ അവളുടെ കാര്യം ട്രബിൾ ചെയ്യാനോ താല്പര്യമില്ല. അവളുടെ പാടായി അവൾ അനുഭവിച്ച് അവൾക്ക് കിട്ടാനുള്ളത് കിട്ടി. ഞാൻ ഓൾറെഡി അവളോട് പറഞ്ഞായിരുന്നു 1 മാസത്തിൽ കൂടുതൽ പോയില്ലാന്ന്. അതുപോലെ തന്നെ സംഭവിച്ചു, 1 മാസത്തിനപ്പുറത്തോട്ടും പോയില്ല. സോ അവൾക്ക് കൊടുത്ത വാക്ക് ഞാൻ പാലിച്ചുകൊണ്ട് ഞാൻ ആ വിഷയത്തെപ്പറ്റി സംസാരിക്കത്തില്ല. ആൻഡ് അവൾക്കും ഇതിന് പിന്നിൽ കുറേ ഭീഷണികളും കാര്യങ്ങളും ഉണ്ട് ഫ്രം ലല്ലു ഇബി. ബിക്കോസ് ഫസ്മിന ഇതറിഞ്ഞാൽ സഫയുടെ പല കാര്യങ്ങളും പുറത്തു പോകുമെന്ന് ലല്ലു ഇബി പറയുന്നുണ്ട്. സോ അങ്ങനെ എങ്ങനെയും പുറത്തു പോവുകയാണെങ്കിൽ നിങ്ങളെല്ലാവരും മനസ്സിലാക്കുക ഈ നാറിയാണ് അത് പുറത്ത് വിട്ടേനെ. ആൻഡ് ഈ പോയ ചാറ്റും അവൻ തന്നെയാണ് പുറത്ത് വിട്ടേക്കുന്നത്. ബിക്കോസ് ആ നമ്പർ നമ്മൾ നോക്കുമ്പോഴത്തേക്കും അതായത് ഈ മെസ്സേജ് പോയേക്കുന്ന അക്കൗണ്ട് രജിസ്റ്റർ ചെയ്തേക്കുന്ന നമ്പർ മുഹമ്മദ് സെബിലിൻ്റെ നമ്പറാണ്. വി ഹാവ് ഗോട്ട് ദാറ്റ് ബ്രോ. അപ്പം ബ്രോ ഇങ്ങനെ സ്വന്തമായിട്ട് നാറുന്ന എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം ബ്രോയ്ക്ക് സഫേനെ ഇപ്പോൾ വേണ്ട. അപ്പം പിന്നെ സഫേനെ വേണ്ടാഞ്ഞിട്ടും അത് ലീക്ക് ആക്കിയത് ബ്രോയ്ക്ക് തന്നെ ഒരു നാണക്കേടാന്ന് എനിക്ക് പറയാനുള്ളൂ. ഇനി ലീക്കാക്കുവാണെങ്കിലും അതിലുപരി എനിക്കും ലീക്കാക്കാനുണ്ട്, പക്ഷേ ഞാൻ ചെയ്യുന്നില്ല. സോ തന്നെയാണ് നമ്മൾ ലാസ്റ്റ് വീഡിയോ ഇട്ടപ്പോഴതിനകത്ത് പറഞ്ഞൊരു കാര്യം തന്നെയായിരുന്നു ഈ സഫേനെ ലല്ലൂബ് ഇതിൻ്റെ ഇടയ്ക്ക് മൂഞ്ചിച്ചു. അതുകൊണ്ടാണ് സഫ ആ വീഡിയോക്കകത്ത് ഒന്ന് പറയുന്നത്, ആ ലൈവിനകത്ത് ഒന്ന് പറയുന്നുണ്ടായിരുന്നു ഇനി ഞാൻ പടുകുഴിയിലോട്ട് പോയി ചാടണോ എന്നുള്ളത്. അതായത് ലല്ലൂമ്പിയുടെ അടുത്തോട്ട് പോയി ചാടണമെന്നത്. ലല്ലൂമ്പിക്ക് വേണ്ടുന്നത് എന്താണ്? ഈ പറയുന്ന പരിപാടികളൊക്കെ തന്നെയാണ് അവന് വേണ്ടുന്നത്. അത് കഴിഞ്ഞ് ആവശ്യമില്ല, മനസ്സിലായില്ലേ? നിങ്ങളുടെ കയ്യിൽ ഇച്ചിരി ചിക്കള ഉണ്ടെങ്കിൽ അത് ആവശ്യമാണ്. ഇതാണ് സംഭവം. അതുകൊണ്ട് സഫവിനെ ഈ പറഞ്ഞ ലല്ലൂമ്പി മൂഞ്ചിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പം സഫയും ഫസ്മിനെയും തമ്മിൽ വീണ്ടും ജോയിന്റ് ആയിട്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അതുകൊണ്ട് തന്നെ ഇനി സഫേനെ പറ്റി ഒരക്ഷരവും ഞാൻ മിണ്ടൂലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇപ്പൊ ഇങ്ങനെയാണ് ഇവരുടെ ഒരു ഫ്രണ്ട്ഷിപ്പ് കാര്യങ്ങൾ ഇപ്പൊ നിലവിൽ പൊക്കോണ്ടിരിക്കുന്നത്. ഫ്ലാറ്റിൽ, അതായത് നീ ആലുവ താമസിച്ച ഫ്ലാറ്റിൽ നീ ഒരു പെൺകുട്ടി, സഫ ഉള്ളപ്പോൾ തന്നെ നീ വേറെ ഒരു പെൺകുട്ടീനെ ഇടയിൽ കൂടെ ചാമ്പി. അപ്പം ആ പെൺകുട്ടിയുടെ വോയിസ് റെക്കോർഡിങ്ങിലോട്ട് നമുക്ക് പോകാം. സോ ഷീസ് ടോക്കിംഗ് ഫോർ 38 മിനിറ്റ് എന്നോട് സംസാരിക്കുന്നുണ്ട്. 38 മിനിറ്റ് സംസാരിച്ചതിൽ ബേസിക്കായിട്ട് പുള്ളിക്കാരി ഇപ്പോൾ ഒരു കേസ് അവനെതിരെ കൊടുത്തേക്കണം. അപ്പോൾ അതിൽ മെയിൻ കാര്യങ്ങൾ ഞാൻ പറയുന്നില്ല. പക്ഷേ ഇവൻ്റെ ജോയിൻറ്റിൻ്റെയും
നിങ്ങൾക്കത് കേൾക്കണമെങ്കിൽ നിങ്ങൾ ഫസ്മിനയുടെ ചാനലിൽ പോയി കാണുക. ഇതിനകത്ത് ഈ ചോദിച്ചേക്കുന്ന ചോദ്യങ്ങൾ എന്താണ്? ഈ ഡയറിയുടെ ഈ ഒരു കേസിന്റെ കാര്യമാണ്. ഈ സംഭവം പറയാനെ കൊണ്ടാണ് ഈ 1 മണിക്കൂറുള്ള വീഡിയോ ഇട്ടേക്കുന്നത്. ഇത്രയും നാളുകളുടെ ഒരു കാത്തിരിപ്പൊക്കെ ഇട്ടുകൊണ്ടൊക്കെ ഫസ്മിന ഒരു കാര്യം പറഞ്ഞേക്കും. ഇത് പറയാനാണെങ്കിൽ തുടക്കത്തിലെ ഫസ്മിനയ്ക്ക് പറയാമായിരുന്നേ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ ഒരു വീഡിയോ ചെയ്യിക്കകത്ത് വന്നിട്ട് ലല്ലൂമ്പിനെ എക്സ്പോസ് എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ കുറെ അറിയാം ലല്ലൂമ്പി വേൾഡ് ക്ലാസ് ഉടായിപ്പാടെന്നും ചെറ്റത്തര ഒരുപാട് കാണിച്ചേക്കുന്ന സ്റ്റിൽ കാണിക്കുന്ന ഒരു വ്യക്തിയാണെന്നും അറിയാം. നമുക്ക് നേരെ അതിലോട്ട് വരാം. അതിൻ്റെ കേസ് വന്നപ്പോഴത്തേക്കും എല്ലാവരും അങ്ങോട്ട് ഒറ്റ സെക്കൻഡിൽ ഇങ്ങനെ ഫ്ലിപ്പായി. ഇത്രയും നാൾ ഞാൻ ഈ ഞരമ്പ് വീഡിയോ ഇട്ടിട്ട് നിങ്ങളെല്ലാവരും ശരിയാണ്, മെച്ചാണ്, മറിച്ചതാണ് എന്ന് സപ്പോർട്ട് കമൻസ് എല്ലാം വന്നിട്ടും ഈ ഒരു ഒറ്റ ഡയറിയുടെ കേസ് വന്നപ്പോഴത്തേക്കും ദേ ആർ ഓൾ ലൈക്ക് ലല്ലു ഭയങ്കര പാവാണ്. സോ എനിക്ക് സ്വാഭാവികമായിട്ടും മടുത്ത് ഞാൻ എന്തിനാണ് നിങ്ങളെ ബോധിപ്പിക്കുന്നത് എന്നുള്ളൊരു സ്റ്റേജ് വരെ എത്തി. നിങ്ങൾ ഒരു സൈഡ് കേൾക്കാണ്ട് പോലും നിങ്ങൾ ആ സൈഡ് വിശ്വസിച്ച് ലല്ലു പാവാന്നുള്ള ഇതിലോട്ട് എത്തി. അതെങ്ങനെയാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഫസ്മിനെ ഇവിടെ എങ്ങനെയാണ് ഈ പറയുന്ന ഡയറിയുടെ കേസ് വന്നപ്പോൾ ആൾക്കാർ ഫ്ലിപ്പ് ആയതോ കാര്യങ്ങളൊന്നുമില്ല. ഈ പറഞ്ഞ നമ്മളെല്ലാവരും സപ്പോർട്ട് ചെയ്ത് തന്നെ വീഡിയോസ് കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാരൊക്കെ തന്നെയായിരുന്നു. എല്ലാ കാര്യങ്ങൾക്കും പ്രൂവ് ചെയ്ത് ഇങ്ങനെ വന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഫസ്മിന സക്കീർ പെട്ടെന്ന് ഒരു ദിവസം ലല്ലൂമ്പയുടെ ഈ ഒരു സാധനം വന്നപ്പോഴത്തേക്കിന് ഇത് പറയാൻ ഇത്രയും നാളത്തെ കാത്തിരിപ്പ്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു ഇനിയിപ്പം ആ ഒരു സത്യം ഫസ്മിലൂടെ തന്നെ ഭൂമിയിലോട്ട് അലിഞ്ഞു തരട്ടെ എന്ന് പറഞ്ഞുകൊണ്ടായിരിക്കും ചിലപ്പോൾ അങ്ങനെയായിരിക്കും ഇതിൻ്റെ ഒരു ടൈലൻ്റ് എന്ന് വിചാരിച്ചിരുന്നു. പക്ഷെ നമ്മളെയൊക്കെ ഞെട്ടിച്ചുകൊണ്ടായിരുന്നു ഈ ഒരു വീഡിയോ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പം ഇതിനകത്തൊരിക്കലും ഫസ്മിനേൻ്റെ അല്ലെങ്കിൽ അവനെ ബ്ലൈൻഡായിട്ട് എല്ലാവരും ഓക്കെ അവൻ കിടിലമാണ് അടിപൊളിയാണെന്നൊന്നും ഇവിടെ ആരും പറഞ്ഞിട്ടില്ല. മനസ്സിലായില്ലേ? അവൻ ഉടായിപ്പാണ്, അതുപോലെ ഫസ്മിനെ ഉടായിപ്പാണ് എന്നുള്ളത് തന്നെയാണ് പറഞ്ഞേക്കുന്നത്. അല്ലാതെ അവൻ കിടില എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടില്ല. അപ്പൊ ഇതിനകത്ത് ഒരു സെന്റിമെന്റലിന്റെ സാധനം ഫസ്മിന അതിൻ്റെയൊക്കെ സമയം കഴിഞ്ഞു പോയിരിക്കുന്നത്. ഓക്കെ, ഇനി ഇത് കഴിഞ്ഞിട്ട് ഇവരുടെ ഒരു ഡ്രഗിന്റെ സീന് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ ഈ ഡ്രഗ് ടെസ്റ്റിന്റെ കാര്യം ഒരുമിച്ച് ഇരുന്ന് ചെയ്യാമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ അജിൻ ബ്രോനെ ആണെങ്കിൽ പുള്ളിക്കാരി ഫസ്മിനെ വിളിക്കുന്നുണ്ടായിരുന്നു. എന്നിട്ട് ഒരുമിച്ച് ചെയ്യാം, ലല്ലൂമ്പിയും കൂടെ വന്നിട്ട് ഒരുമിച്ച് ഒരു ഇന്റർവ്യൂ ചാനലിന് കൊടുക്കാം, ഫ്രീ ആയിട്ട് വന്നത് ചെയ്യാം എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ടായിരുന്നു. പേയ്മെന്റ് ഒന്നും വാങ്ങാതെ ഇന്റർവ്യൂ കൊടുക്കാമെന്ന് രണ്ടുപേരും കൂടെ ഒരുമിച്ച്. അപ്പോൾ അങ്ങനെ ടെസ്റ്റ് ചെയ്ത് നോക്കാന്നൊക്കെ പറഞ്ഞിട്ട് ലല്ലൂമ്പിനെ വിളിച്ചിട്ട് ഫോൺ എടുത്തിട്ടില്ല എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിനുശേഷം ഫസ്മിന ഈ പറയുന്ന ഡ്രഗ്സിന്റെ ഈ ഒരു കേസ് പറയുന്നുണ്ടല്ലോ, അപ്പം ഇതിന്റെ ടെസ്റ്റ് കാര്യങ്ങളൊക്കെ പോയി ചെയ്തതിന്റെ പ്രൂഫ് സഹിതം കാര്യങ്ങൾ കാണിക്കുമ്പോൾ നമുക്കിനി അതൊന്ന് കാണാം. എന്തുകൊണ്ട് വരുന്നില്ല? നീ വരാത്തതുകൊണ്ട് ഞാൻ തന്നെ പോയി ലാബ് ടെസ്റ്റ് നടത്തി ഞാൻ റിസൾട്ട് എടുത്തു. So here we go. There you see marijuana, which means joint. Joint not detected in my body. I am not a user of drugs, bro. നമുക്ക് DDRC പോയ വീഡിയോ കാണാം. ഓക്കെ, തെളിവിന് വേണ്ടി എല്ലാം നമ്മൾ തെളിവെടുക്കണമല്ലോ. സോ ദിസ് ഇസ് മീ ഗോയിങ് ടു DDRC. അത് കഴിഞ്ഞ് ഇവൻ ടോക്കൺ ചാർജ് എടുക്കാന്നൊക്കെ പറഞ്ഞ പൈസ ഞാൻ തന്നെ കൊടുത്തു കേട്ടോ. ബില്ല് പേ ചെയ്തു. അത് കഴിഞ്ഞ് നമ്മൾ 5 പാനൽ എടുത്തു. പക്ഷേ ഷിബിലി ഇനി വരുവാണെങ്കിൽ നമ്മൾ 9 പാനലായിരിക്കും നമ്മൾ ഒരുമിച്ച് ചെയ്യുന്നത്. ഇപ്പോൾ ഞാൻ 5 പാനലാണ് എടുത്തത്. ബിക്കോസ് 5 പാനൽ എന്ന് വെച്ചാൽ മെയിനായിട്ട് ജോയിൻറ്റ് വരെ ടെസ്റ്റ് ചെയ്യാനാണ് മരിജുവാന. സോ അതാ ഞാൻ പോയി ബാത്റൂം കയറുന്ന വരെ ഞാൻ വീഡിയോ എടുത്തു. യൂറിൻ എടുക്കുന്നു, ടെസ്റ്റ് ചെയ്യുന്നു, യൂറിൻ ഫില്ല് ചെയ്തു. യൂറിൻ എങ്ങനെ എടുക്കുന്നതെന്ന് നമുക്ക് കാണിക്കാൻ പറ്റത്തില്ലോ. സോ യൂറിൻ ഫില്ല് ചെയ്യുന്ന അവിടെ ഫില്ല് ചെയ്ത് തിരിച്ചു വന്നു. ഖത്തം കലാസ്, ദിസ് ഇസ് മൈ റിപ്പോർട്ട്, നോട്ട് ഡിറ്റക്റ്റഡ്. സോ ഈ റിസൾട്ടിൽ പറയുന്നത് പ്രകാരം ഇത് യൂറിൻ ടെസ്റ്റ് ചെയ്യുന്ന ടൈമിൽ ഫസ്മിനയുടെ ഇത് ടെസ്റ്റ് ചെയ്ത സമയത്തേക്ക് അതിൽ ഈ പറയുന്ന സാധനത്തിൻ്റെ കണ്ടന്റുകളൊന്നും ഉണ്ടായിരുന്നില്ല എന്നുള്ളതായിരുന്നു ആ ഒരു റിപ്പോർട്ട്. ഓക്കെ, എന്നതിൻ്റെ അർത്ഥം ഇത് ഉപയോഗിച്ചിട്ടേ ഇല്ല എന്നുള്ളതല്ല, ഈ ടെസ്റ്റ് ചെയ്യുന്ന സമയത്തേക്ക് ഇതിൻ്റെ കണ്ടന്റുകൾ ഉണ്ടായിരുന്നില്ല എന്നുള്ളത് തന്നെയാണ്. അപ്പം 5/4/2026 ഇതിൻ്റെ റിപ്പോർട്ട് വന്നേക്കുന്നത്. ഈ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ. അപ്പം ഈ അലിഗേഷൻ വന്നേക്കുന്നത് ഈ പറയുന്ന 5-ാം തീയതി അതിൻ്റെ തലേ ദിവസമൊന്നും അല്ലല്ലോ. അതിന് എത്ര ദിവസങ്ങൾക്ക് മുന്നെയാണ് ഈ ഒരു അലിഗേഷനും കാര്യങ്ങളൊക്കെ ഫസ്മിനയ്ക്കെതിരെ വരുന്നത്. അങ്ങനെയുള്ളപ്പം ഇത്രയും ദിവസം എന്തുകൊണ്ട് വെയിറ്റ് ചെയ്തു ഈ ഒരു ടെസ്റ്റ് ചെയ്യാനെ കൊണ്ടെന്നൊരു ചോദ്യം സ്റ്റിൽ അവിടെ നിലനിൽക്കും. അങ്ങനെയുള്ളപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേറൊരു സാധനം കാണിച്ചിരുന്നു. നമ്മളിതൊക്കെ അടിക്കുകയെന്നുണ്ടെങ്കിൽ എത്ര ദിവസം നമ്മുടെ ഇതിന് ബോഡിയിൽ നിന്ന് ഇത് അറിയാൻ സാധിക്കുമെന്ന് നോക്കുമ്പോൾ ഫസ്മിനെ ഇവിടെ യൂറിനാണല്ലോ ടെസ്റ്റ് ചെയ്തിരിക്കുന്നത്. നമുക്ക് അത് തന്നെ നോക്കുമ്പോഴത്തേക്കിന് ഇപ്പോൾ ഒരു തവണ ഉപയോഗിച്ചേക്കുന്നത് ഇന്നത്തെ ദിവസം ഇന്നിപ്പോൾ നമ്മളിപ്പോൾ ഉപയോഗിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അടുത്ത 3 ദിവസം വരെ ഈ സാധനം നമ്മുടെ ബോഡിക്കകത്ത് നമുക്ക് ഈ യൂറിൻ ടെസ്റ്റ് ചെയ്ത് അതിനകത്ത് നമുക്ക് അറിയാൻ സാധിക്കും. ഇനി അതല്ല, ഒരു ആഴ്ചയിൽ 4 ടൈംസ് ഒക്കെ യൂസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ അത് 5 മുതൽ 7 ദിവസം വരെ ടെസ്റ്റ് ചെയ്താൽ അറിയാൻ സാധിക്കും. അതല്ല, ഡെയിലി യൂസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, നോട്ട് ദ പോയിന്റ്, ഡെയിലി യൂസ് ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ 10 മുതൽ 15 ദിവസം വരെ ഈ ഒരു സാധനം ടെസ്റ്റ് ചെയ്താൽ അറിയാൻ സാധിക്കും. ഓക്കെ, അതായത് ഈ 10-15 ദിവസമൊക്കെ കഴിഞ്ഞിട്ടാണ് പോയി ടെസ്റ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇതിനകത്തൊന്നും അറിയാൻ സാധിക്കില്ല. ഇനി അതല്ല, ഇനി മൾട്ടിപ്പിൾ ടൈംസ് ഡെയിലി യൂസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ 30 അതിലധികമോ ദിവസം നമുക്കിത് ടെസ്റ്റ് ചെയ്താൽ അറിയാൻ സാധിക്കും. അപ്പോൾ ഇതിനകത്തൊരു മൾട്ടിപ്പിൾ യൂസർ അല്ല, മൾട്ടിപ്പിൾ ടൈംസ് യൂസ് ചെയ്യുന്നൊരു വ്യക്തിയല്ല, ഒരു ഡെയിലി യൂസ് ചെയ്യുന്നൊരു വ്യക്തിയല്ല എന്നുണ്ടെങ്കിൽ ബേൽ പറഞ്ഞ സംഭവങ്ങൾ ഈ ഒരു ടൈം ഗാപ്പൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്കും നമുക്ക് സിമ്പിളായിട്ട് നിങ്ങളൊന്ന് ആലോചിക്കും. ഈ മദ്യപിക്കുന്ന ആൾക്കാരുടെ
ഈ പറയുന്ന ബ്ലഡിൽ ഇതിൻ്റെ അടിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നൊക്കെ അറിയാനെ കൊണ്ട് ടെസ്റ്റ് ചെയ്യുമ്പോഴത്തേക്കിന് ഒരു 24 മണിക്കൂർ കഴിഞ്ഞാൽ ഇത് അറിയാൻ സാധിക്കില്ലല്ലോ. 24 മണിക്കൂറാണെന്നുള്ളത് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇനി അതിനകത്ത് എന്തെങ്കിലും തിരുത്തുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് കമൻറ്റ് ബോക്സിൽ പറഞ്ഞു തരിക. അപ്പം അങ്ങനെ നോക്കുമ്പോഴത്തേക്കിന് ഇതേപോലെ തന്നെ ഇതടിക്കുന്നതിന് ഇതുണ്ട്, ഒരു ടൈം പീരീഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ടെസ്റ്റ് ചെയ്താൽ അറിയാൻ സാധിക്കില്ല ഇങ്ങനെ ഉപയോഗിച്ചിട്ടുണ്ടോ ഇല്ല എന്നുള്ള സംഭവം അറിയാൻ സാധിക്കില്ല. അങ്ങനത്തെ സാധനങ്ങളുണ്ട്. എന്താണെങ്കിൽ ഈ ഒരു റിസൾട്ട് പ്രകാരം ഇത് ഉപയോഗിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. ആ ഒരു സമയത്ത് ടെസ്റ്റ് ചെയ്യുന്ന സമയത്തേക്ക് അതിൻ്റെ ഒരു കണ്ടന്റുകൾ ഉണ്ടായിരുന്നില്ല എന്നുള്ളത് തന്നെയാണ് പറയുന്നത്. പക്ഷേ ഇവിടെ കാണിക്കേണ്ടുന്ന ഒരു ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടുപേരും ഈ പറഞ്ഞ ടൈമിൽ തന്നെ ഇത് ചെയ്യണമായിരുന്നു. ഇനിയിപ്പോൾ കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്കിനും ലല്ലൂമ്പിയുടെ ഈ ഒരു സംഭവം നമുക്ക് കാണാൻ സാധിക്കും. ലല്ലൂമ്പി ഇതൊക്കെ ഉപയോഗിച്ചിട്ട് ഇങ്ങനൊരു സംഭവം ടെസ്റ്റ് ചെയ്ത സമയത്തേക്ക് ഇതിൻ്റെ കണ്ടന്റുകളൊന്നും ഉണ്ടായിരുന്നില്ല, ലല്ലൂമ്പി ഉപയോഗിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ലല്ലൂമ്പിക്ക് ഇത് തെളിയിക്കാൻ പറ്റും. കാര്യം ഈ ബ്ലഡിൽ നിന്ന് ബോഡിയിൽ നിന്ന് ഈ ഒരു സാധനത്തിൻ്റെ കണ്ടന്റുകൾ പോകുന്നിടം വരെ ഒന്ന് വെയിറ്റ് ചെയ്താൽ മതി ഇത്രയും ദിവസം. അപ്പോൾ അത് പ്രൂവ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇത് ഞാൻ പറഞ്ഞതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കഴിഞ്ഞിട്ട് ഈ ജോയിൻറ്റിൻ്റെയും കാര്യങ്ങളൊക്കെ ഫസ്മിനെ പറയുന്നൊരു കാര്യമുണ്ട്. ഇത് ഫസ്മിനല്ല ഉപയോഗിച്ച് ഫ്രണ്ട്സ് ആണെന്ന് പറഞ്ഞുകൊണ്ടുള്ള. നമുക്ക് അതിലോട്ട് വരാം. ക്രെഡിബിലിറ്റിയിലോട്ട് പോകുന്നതിന് മുന്നേ ആ ഡയറിയുടെ പേജ് അവിടെ കൊടുക്കാം. 2026 ഫെബ്രുവരി ജവാൻ ആൻഡ് ജോയിൻ്റ് അടിച്ചു. അതിൻ്റെ താഴെ കുറച്ച് ഈ ഡയറി ശ്രദ്ധിച്ച് നോക്കുന്ന ആൾക്കാരെ ഞാൻ പറയാണ്, അവരെല്ലാം നൈറ്റ് പോയി എന്നവരിൽ അതിൽ വെണ്ടാക്കിയ അക്ഷരത്തിൽ എഴുതിയിട്ടുണ്ട്. ഈ അവർ എന്ന് പറയുന്ന ആൾക്കാർ ആരാന്ന് എനിക്ക് പറയാൻ താല്പര്യമില്ല. യു ഓൾ ഹാവ് ഫ്രണ്ട്സ് ഹു യൂസ് ഡ്രഗ്സ്, ഹു ആർ ഇൻ ടു ഡ്രഗ്സ്. നമ്മൾ നോക്കേണ്ട കാര്യമില്ല. ദാറ്റ്സ് എ പേഴ്സണൽ, അവരുടെ സ്വന്തം ഇഷ്ടമാണ്. അവർ ഡ്രഗ്സ് ഉപയോഗിക്കാണ്ടിരിക്കുക. എൻ്റെ ഫാമിലിയിൽ പോലും ഡ്രഗ്സ് ഉപയോഗിക്കുന്ന ആൾക്കാർ എനിക്ക് ഫ്രണ്ട്സ് ഉണ്ടെന്ന് എൻ്റെ വീട്ടുകാർക്ക് അറിയാം. ബട്ട് ദേ നോ ഐ ഡോണ്ട് യൂസ് ഇറ്റ്. കാരണം ഞാൻ ഇത്രയും പബ്ലിക്കലി വന്നിരുന്ന് ഇങ്ങനെ ഇരുന്ന് ഡയലോഗ് അടിക്കുമ്പോഴത്തേക്കും ഞാൻ പിന്നാമ്പുറത്ത് അത് യൂസ് ചെയ്താൽ ഒരു നാൾ പിടിക്കും എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ആൻഡ് മോസ്റ്റ് ഓഫ് ദ ടൈം ഞാൻ എൻ്റെ വീട്ടിൽ തന്നെയാണ്. ഓക്കെ, സോ ഐ ഹാവ് ഫ്രണ്ട്സ് ഹു യൂസ് ഡ്രഗ്സ്. അവരെല്ലാം നൈറ്റ് പോയി. എൻ്റെ ഫ്രണ്ട്സ് ആണെന്ന് എനിക്ക് ഇവിടെ വന്നിരുന്ന് വിളിച്ചിട്ട് പറയാൻ താല്പര്യമില്ല. ബിക്കോസ് എൻ്റെ ഭാഗത്തുനിന്ന് വന്ന മിസ്റ്റേക്ക്, അതായത് എൻ്റെ ഡയറിയിൽ വന്നിരുന്ന കാര്യം അവരുടെ മിസ്റ്റേക്ക് അല്ലല്ലോ. അവരുടെ പേര് അതിൻ്റെ അകത്ത് എന്തോ ഭാഗ്യത്തിന് ആ പിങ്ക് നോട്ട്സിൻ്റെ കുറച്ചിടയിലാണ് അവരുടെ പേര് എഴുതിയിരിക്കുന്നത്. അത് കാണാത്തത് ഭാഗ്യം. അല്ലെങ്കിൽ അവർ ചെയ്യാത്ത മിസ്റ്റേക്കിന് ഞാൻ ഏറ്റെടുക്കേണ്ടി വന്നതിന് എനിക്ക് ആ ഒരു ഭയങ്കര കുറ്റബോധം ഉണ്ടായതിന്. ബട്ട് ഐ എം റിയലി ഓക്കെ ബിക്കോസ് അവരുടെ പേരാരും വന്നിട്ടില്ല. ആൻഡ് ഐ ഡോണ്ട് വാണ്ട് ടു പുട്ട് ഔട്ട് ദെയർ നെയിംസ് ഓൾസോ. സോ എവരിബഡി ഹാസ് ഫ്രണ്ട്സ് ഹു യൂസ് ഡ്രഗ്സ്. നിങ്ങളുടെ ആരുടെയും ഫ്രണ്ട്സ് PSC എഴുതി IIT ടോപ്പ് നിൽക്കുന്ന ആൾക്കാരൊന്നും അല്ല. അവർ ഉപയോഗിക്കുന്ന അവരുടെ ഇഷ്ടമാണ്. പക്ഷേ അവർ എന്നോട് എങ്ങനെയാണ് ഹൗ ദേ ആർ ടു മീ മീൻസ് വാട്ട് ഇറ്റ് ഇസ് ടു മീ. ബേസിക്കലി കട്ട് ഷോട്ട്. എൻ്റെ ഫ്രണ്ട്സ് ഉപയോഗിക്കുന്ന കാര്യം എനിക്ക് അവരെ വന്നിരുന്ന് വിളിച്ചിരുത്തി ഇങ്ങനെ എക്സ്പോസ് ചെയ്യാൻ താല്പര്യമില്ല. അവരുടെ ഇഷ്ടമാണ്. ഞാൻ ഉപയോഗിച്ചില്ല. ഞാൻ കോൾ ഔട്ട് ചെയ്യുന്ന ലല്ലുവിനാണ്. ലല്ലുവിൻ്റെ ഫ്രണ്ട്സ് ഉപയോഗിക്കുന്നത് എനിക്ക് പ്രശ്നമാണ്. ഐ നോ ഫ്രണ്ട്സ് ലല്ലുവിൻ്റെ ഉപയോഗിക്കുന്ന എല്ലാം എനിക്കറിയാം. പക്ഷേ അവരെ ഞാൻ കോൾ ഔട്ട് ചെയ്യേണ്ട കാര്യമില്ല. ബിക്കോസ് ദിസ് ഇസ് ബിറ്റ്വീൻ മീ ആൻഡ് ലല്ലു. സോ ഞാൻ എന്തായാലും ചെയ്തു. ഇനി ലല്ലു വന്ന് നമുക്ക് ഒരുമിച്ച് നിന്ന് ടെസ്റ്റ് ചെയ്യാൻ പോവാം. എനിക്ക് കുറേ നാളുകൾക്ക് മുന്നേ നമ്മുടെ ഒരു സുഹൃത്ത് അവൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ അവൻ്റെ ഒരു ചേട്ടനുണ്ട്. അവൻ്റെ ചേട്ടൻ എൻ്റെ മുന്നിൽ ഇവൻ ഉപയോഗിക്കുന്ന ഒരു ലഹരി പദാർത്ഥമുണ്ട്, പേര് ഞാൻ പറയുന്നില്ല. അപ്പം അവൻ അത് ഉപയോഗിച്ചിട്ട് ഇവരുടെ ചേട്ടൻ ഇവനെ പൊക്കി കഴിഞ്ഞപ്പോൾ നേരെ ഇവൻ പറഞ്ഞൊരു ഡയലോഗ്, ഇത് എൻ്റെയാണത്. ഓക്കെ, അവൻ എൻ്റെ മണ്ടക്കിട്ടു. പിറ്റേ ദിവസം ഞാൻ ഇവരുടെ വീട്ടിൽ ചെന്നപ്പോൾ ഇവരുടെ ചേട്ടൻ നോക്കുമ്പോഴത്തേക്കിന് പുള്ളിയുടെ നോട്ടത്തിലും ഭാഗത്തിലൊരു വല്ലാത്തൊരു വ്യത്യാസം പോലെ, ഇവനല്ലയോടെ ഞങ്ങളുടെ അനിയനെ കൊണ്ട് നടന്ന് നശിപ്പിക്കുക എന്നുള്ള പോലത്തെ ഒരു നോട്ടം. ഞാൻ ഇവൻ്റെ അടുത്ത് എന്തോ പറ്റിയെന്നൊക്കെ ഇങ്ങനെ ചോദിച്ചപ്പോഴത്തേക്കിനാണ് ഇവൻ പറഞ്ഞ, അളിയാ കഴിഞ്ഞ ദിവസം പൊക്കി, ഞാൻ നിന്റെ പേരാ പറഞ്ഞേക്കുന്നത്. അവൻ എൻ്റെ മണ്ടയ്ക്ക് നേരെ അടിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, അങ്ങനെ പറയുമ്പോൾ അവൻ സേഫ് ആയല്ലോ അല്ലേ കൂട്ടുകാരെ. ഇപ്പം നമുക്കാണെങ്കിൽ കുഴപ്പമില്ല, നമ്മൾ ആ വീട്ടിൽ താമസിക്കുന്നവരായിരിക്കില്ല, അതുകൊണ്ട് നമുക്ക് വലിയ പ്രശ്നം വരില്ല. അതുപോലത്തെ ഒരു പരിപാടിയല്ലേ ഇപ്പോൾ ഫസ്മിന് ഇവിടെ ചെയ്തേക്കുന്നത്. നിങ്ങൾ ഇതിനകത്ത് നോക്കുക, ഈ ഒരു ഡയറിക്കകത്ത് കൊടുത്തേക്കുന്നത് ജവാൻ ആൻഡ് ജോയിൻ്റ് അടിച്ചു. എന്തോ ഫ്രം അരിപ്പയോ എന്തോ എഴുതിയേക്കുന്നത് മനസ്സിലായി. അരിപ്പയാണെന്നുള്ള രീതിയിലാണ് ഞാൻ വായിക്കുന്നത്. ചിലപ്പോൾ ഏതെങ്കിലും ഫുഡ് സ്പോട്ടിൻ്റെ എന്തെങ്കിലും സംഭവം ആയിരിക്കാം. അത് എന്തോ എഴുതിയതിൻ്റെ മണ്ടക്കൂടാണ് ഈ ഒരു സംഭവം ഒട്ടിച്ച് വെച്ചേക്കുന്നത്. അവർ എല്ലാം നൈറ്റ് പോയി എന്ന് പറഞ്ഞിട്ടൊരു കൊടുത്തിട്ടുണ്ട്. ഈ ഒരു സംഭവം മണ്ടക്കൂട് ഒട്ടിച്ച് ഇങ്ങനെയൊക്കെ പറയുമ്പോഴത്തേക്കും നമുക്കും വേണമെങ്കിൽ ഇങ്ങനെ സാധനം നറേറ്റ് ചെയ്യാമല്ലോ. അതായത് ഇവർ അരിപ്പ എന്ന് പറയുന്ന ഏതെങ്കിലും റെസ്റ്റോറൻറ്റിൽ നിന്ന്, ഇപ്പോൾ ഞാൻ വായിച്ചതിന് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങളൊന്ന് തിരുത്തി തരണേ. ഇപ്പോൾ അരിപ്പ എന്ന് പറയുന്ന ഒരു റെസ്റ്റോറൻറ്റിൽ നിന്ന് പോയിട്ട് ഞങ്ങൾ എല്ലാവരും കൂടെ ചേർന്ന് മന്തി കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് അവരെല്ലാവരും കൂടെ തിരിച്ച് രാത്രി നൈറ്റ് പോയി എന്ന് വേണമെങ്കിൽ ആക്കാമല്ലോ. എന്നിട്ട് ഇവിടെ എൻ്റെ പൊന്നടാവേ ജവാനായി ജോലി, അതെൻ്റെ ഫ്രണ്ട്സാണ്, തീർന്നല്ലോ. ഈ ഫ്രണ്ട്സ് ആരാന്ന് നമുക്കറിയത്തില്ല. അതുകൊണ്ട് തന്നെ അവരെന്താണെങ്കിലും ഇവിടെ മീഡിയയുടെ മുന്നിൽ എന്തായാലും വരാനും പോകുന്നില്ല. അങ്ങനെയുള്ളപ്പോൾ ഏത് ഫ്രണ്ട്സ്, ഏതെങ്കിലും ഒരു ഫ്രണ്ട്സിൻ്റെ മണ്ടയിൽ ഇട്ടാൽ മതിയല്ലോ. എൻ്റെ പൊന്നെ അടിപൊളിയായിട്ട്, അതും സ്വന്തം ഡയറിയിൽ ഫ്രണ്ട്സ് ഇതുപോലെ അടിക്കുന്ന കാര്യമാണ് എഴുതി വെക്കണതല്ലേ. ഓക്കെ, നിങ്ങളെല്ലാവരും നിങ്ങളുടെ ഒരു ഡയറി നിങ്ങൾ ചുമ്മാ കമൻ്റ് ആയിട്ട് നിങ്ങൾ ഇന്നത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾ ചുമ്മാ ഒന്ന് ചുമ്മാ കണ്ടെന്ന് എങ്ങനെയുണ്ട് എല്ലാവരുടെ ഡയറി നോക്കാൻ വേണ്ടി. അതിൽ എത്ര പേര് ഇതുപോലെ കൂട്ടുകാരുടെ കാര്യം പറഞ്ഞിട്ട് അവരിത് ഉപയോഗിക്കുന്നുണ്ട്, എൻ്റെ വീട്ടിൽ വന്നിട്ട് അതടിച്ചു മറ്റേതടിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കണ എത്ര ഇതുണ്ടെന്നൊന്ന് എല്ലാവരും ഒന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ബോക്സിൽ ഒന്ന് പറയണേ. ഇനി ഇത് കഴിഞ്ഞിട്ട് ലല്ലൂമ്പി ഇതുപോലെ ഭയങ്കരമായിട്ട് ഡ്രഗ്സ് ഒക്കെ അടിക്കുന്ന ഒരുത്തനാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ മദ്യപാനൊക്കെ കൊണ്ട് ഭയങ്കര അഡിക്ഷനൊക്കെ ആയിട്ട് VRC ഹോസ്പിറ്റൽ ആൻഡ് റീഹാബിലിറ്റേഷൻ സെൻറ്ററിൽ
ഇവൻ അഡ്മിറ്റ് ആയിരുന്നെന്നും പിന്നീട് അവിടുന്ന് ഇവൻ ചാടിപ്പോകാൻ ശ്രമിച്ചേക്കുന്ന കുറേ സീന് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അങ്ങനെ പറയുന്നുണ്ടായിരുന്നു. ഇപ്പൊ ഇവനാണെങ്കിലും അടുത്ത ദിവസങ്ങളിൽ ഫസ്മിന പറഞ്ഞത് അങ്ങനെയല്ല, ഇത് വേറെ സീനാണെന്ന് പറഞ്ഞുകൊണ്ട് ഇവൻ ഇതുപോലെ പോയി ടെസ്റ്റ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഇത് പണ്ടത്തെ കാര്യം, ഇപ്പം ഞാൻ അങ്ങനൊന്നും അല്ല എന്ന് പറഞ്ഞിട്ട് ഇവന് കുറച്ച് ദിവസം ഈ ഒരു ടൈം പീരീഡ് ഉണ്ടല്ലോ ബോഡിയിൽ നിന്ന് പോകാനുള്ളത്, അത് പോയതിനു ശേഷം ഇവനും പോയി ടെസ്റ്റ് ചെയ്തിട്ട് വന്നിട്ട് ഇതുപോലൊരു സാധനം പ്രൂഫ് അവർ കാണിക്കാൻ പറ്റും. ഇങ്ങനെയൊക്കെ ഞാൻ പറയുമ്പോൾ നിങ്ങൾ ചിലപ്പം വിചാരിക്കുന്നുണ്ടായിരിക്കും, എടാ ഒരാൾ പ്രൂഫ് സഹിതം കാണിച്ചിട്ട് എന്താ നീ ഇങ്ങനെ പറയണേ എന്നുള്ളത് ചിലപ്പോൾ നിങ്ങൾ ചിന്തിച്ചേക്കാം. സിമ്പിളായിട്ട് ഞാൻ വിചാരിക്കുന്ന ഒരു കാര്യം മാത്രമേ ഉള്ളൂ, അനന്തപുരം മറ്റേ വീഡിയോ ഇട്ട സമയത്തേക്കിന് ഇഷ്ടപ്പെടാതെ പിറ്റേ ദിവസം പടപടയെന്ന് ഇതുപോലെ സ്റ്റോറിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇട്ടേക്കുന്ന റീലും കാര്യങ്ങളൊക്കെ ഇട്ടേക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ഫസ്മിന. അങ്ങനെയെങ്കിൽ ഈ ഒരു സംഭവം പറയാനെ കൊണ്ട് ഈ 1 മണിക്കൂറുള്ള വീഡിയോയുടെ ആവശ്യമുണ്ടോ? ഡയറിക്കകത്ത് ഇങ്ങനെ ജവാനായി ജോലി അടിച്ചെന്ന് പറയുമ്പോൾ ഗൈസ് നമ്മുടെ ഫ്രണ്ട്സ് വീട്ടിൽ വന്ന സമയത്തേക്കിന് അവരടിച്ചേക്കുന്ന ഒരു സംഭവമാണ്, ഞാൻ പിന്നെ ഡയറിക്കകത്ത് അവരുടെ കാര്യം എഴുതി വെക്കാറുണ്ട്, അങ്ങനെ എഴുതി വെച്ചതാണെന്നുള്ള രീതിയിൽ പറഞ്ഞാൽ തീർന്നില്ലേ? ഒരു എത്ര സമയം എടുക്കും ഇത് പറയാനെ കൊണ്ട്? ഞാൻ ഇപ്പം ഈ പറഞ്ഞ സമയം എത്ര ടൈം എടുത്തു ഇത് പറയാനെ കൊണ്ട്? സിമ്പിൾ കാര്യമല്ലേ? പിന്നെ ഇത്രയും ദിവസം ഗ്യാപ്പ് എടുത്തിലൊക്കെ പറയുമ്പോഴത്തേക്കിന് എൻ്റെ പൊന്നു ബാക്കി കേൾക്കാം. ഷോ സംതിങ് ഐ പോസ്റ്റ് വീഡിയോ ഓൺ February 14th മൈ കറന്റ് റിലേഷൻ എന്ന് പറഞ്ഞിട്ട് 2 മാസം മുന്നേ 14 ഫെബ്രുവരി ആ ഡേറ്റ് എടുത്ത് നോക്കിയാൽ മതി, ഞാൻ പോസ്റ്റ് ചെയ്ത വീഡിയോ ആണത്. അപ്പം ആ വീഡിയോയിൽ കുറച്ച് കാര്യങ്ങൾ ഞാൻ കേൾപ്പിക്കാം. ഓക്കെ, ഫസ്മിന സിംഗിൾ ആണോ കമ്മിറ്റഡ് ആണോ? ഞാൻ സത്യം പറയാം, സിംഗിൾ ആണോ കമ്മിറ്റഡ് ആണോ എന്നുള്ള ചോദ്യത്തിന് എനിക്ക് സത്യം പറഞ്ഞാൽ ഉത്തരം തരാൻ പറ്റത്തില്ല. ബിക്കോസ് ഇറ്റ്സ് വെരി പ്രൈവറ്റ് ആൻഡ് ഞാൻ പ്രൈവറ്റ് ആയിട്ട് കൊണ്ടുപോകത്തുള്ളൂ. ഇഫ് ഐ ഹാവ് എ റിലേഷൻ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഞാൻ പ്രൈവറ്റ് ആയിട്ട് കൊണ്ടുപോകത്തുള്ളൂ. പക്ഷേ എനിക്ക് ഇനി ഒരു റിലേഷൻ ഉണ്ടെങ്കിൽ ഞാനത് ഭയങ്കര പ്രൈവറ്റ് ആയിട്ട് കൊണ്ടുപോകും. ബിക്കോസ് ഐ ബിലീവ് മേക്ക് ഇറ്റ് പ്രൈവറ്റ് അണ്ടിൽ ഇറ്റ്സ് പെർമനൻറ്റ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ കല്യാണം കഴിഞ്ഞിട്ട് നിങ്ങൾ അറിയിക്കുമെന്ന്. കല്യാണം കഴിഞ്ഞിട്ട് ഞാൻ ചിലപ്പോൾ അറിയിക്കാൻ ചാൻസ് കുറവാണ്. ഒരു റിലേഷൻ ഉണ്ടെങ്കിൽ തന്നെ അത് വെറുതെ ആൾക്കാരെ കാണിച്ച് വഷളാക്കാണ്ട് നല്ല മനോഹരമായി ബ്യൂട്ടിഫുൾ ആയിട്ട് പ്രൈവറ്റ് ആയിട്ട് കൊണ്ടുപോകാം അല്ലോ. സോ ഐ തോട്ട് ഇനിയുള്ള റിലേഷൻ അത്രയും അടിപൊളിയായിട്ട് കൊണ്ടുപോകാം. ആൻഡ് ഇപ്പോൾ റിലേഷൻ ഉണ്ടോ എന്ന് ഞാൻ പറയത്തുമില്ല. ഇറ്റ്സ് വെരി പ്രൈവറ്റ്. സോ അത്രേ ഉള്ളൂ. റിലേഷൻ ഞാൻ പ്രൈവറ്റായിട്ട് ഇപ്പോൾ കൊണ്ടുപോകും, ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും. അതിൻ്റെ അർത്ഥം എനിക്കിപ്പോൾ ഉണ്ടോ എന്നുള്ള ചോദ്യത്തിന് ഞാൻ ഉത്തരം തരുന്നില്ല. ഇല്ലേന്ന് ചോദിച്ചാൽ ഞാൻ ഇല്ലെന്നും പറയത്തില്ല. ഈ വീഡിയോ ഐ പോസ്റ്റ് ഓൺ February 14th. ഇതിൽ വെരി ക്ലിയർ ആയിട്ട് ഞാൻ സിംഗിൾ ആണോ കമ്മിറ്റഡ് ആണോ ഞാൻ പറയുന്നില്ല. ആൻഡ് ആ സമയത്തും ഞാൻ മുഹമ്മദ് സെബിൽ എന്ന് പറയുന്ന വ്യക്തി, ആ നാറീനെ ഞാൻ എക്സ്പോസ് ചെയ്യുന്ന അതേ സമയത്താണ് ഞാൻ ആ വീഡിയോ ഇട്ടിരിക്കുന്നത്. സോ ഐ ക്ലിയർലി മെൻഷൻ ദ വേർഡ് പ്രൈവറ്റ്. അതായത് ഞാൻ എൻ്റെ എനിക്കൊരു റിലേഷൻ ഉണ്ടെങ്കിൽ ഞാനത് പ്രൈവറ്റ് ആയിട്ടേ വെക്കത്തുള്ളൂ. ഇപ്പോൾ പോലും നിങ്ങൾ എൻ്റെ റിലേഷൻ സ്റ്റാറ്റസ് ചോദിച്ചാൽ ഞാൻ ഒരിക്കലും വന്നിരുന്ന് ഇനി ഒരിക്കലും എൻ്റെ ഒരു റിലേഷൻ ഞാൻ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിരുന്ന് ഐ വോണ്ട് ബി ഡൂയിങ് കപ്പിൾ വീഡിയോസ്, ഞാൻ കപ്പിളായിട്ടുള്ള മറ്റേ സാധനങ്ങളൊന്നും ഞാൻ ചെയ്യുന്നില്ല. എനിക്കൊരു റിലേഷൻ ഉണ്ടെങ്കിൽ ഐ വോണ്ട് ടു കീപ്പ് ഇറ്റ് പ്രൈവറ്റ്. അതാണ് എനിക്കിഷ്ടം. അത് ഞാൻ ഓൾറെഡി വെരി എവിഡൻ്റ് ആയിട്ട് ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഓൾ മൈ റിലേഷൻസ് വേ പബ്ലിക്, അതെല്ലാം മൂഞ്ചി പോയിട്ടുണ്ട്. സോ നെക്സ്റ്റ് വൺ എനിക്ക് പ്രൈവറ്റ് ആയിട്ട് വെക്കണം. ഇറ്റ്സ് മൈ വിഷ്, മേരി മർസി. അതെനിക്ക് ആരെയും ബോധിപ്പിക്കേണ്ട കാര്യമില്ല, നിങ്ങൾ ആരെയും ബോധിപ്പിക്കണമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ഞാൻ ആ വീഡിയോ ഇടുന്ന സമയം, അതായത് എനിക്ക് റിലേഷൻ ഉണ്ടോ ഇല്ലയോ എന്ന് ഞാൻ ഒരു ഉറപ്പ് തരാത്ത സമയത്തും ഐ വാസ് എക്സ്പോസിങ് ഷിബിലി. ആൻഡ് ഇനി നമുക്ക് അതിൻ്റെ കമൻറ്റ് സെക്ഷനിലോട്ട് പോകാം. ഞാൻ ഈ എക്സ്പോസ് ചെയ്യുന്ന സമയത്ത് ഞാൻ ആയിട്ട് വീഡിയോയ്ക്ക് വന്ന കമൻറ്റ്സ് ആണ്. ഇത്ര കമൻറ്റ് ആണെങ്കിൽ ഐ എം സോ മച്ച് ഹാപ്പി ഫോർ യു, ബ്ലാ ബ്ലാ ബ്ലാ, ഇൻഷാല്ലാ ഹാപ്പി ആയിട്ടിരിക്കുക, യു ഡിസേർവ് ദ ബെസ്റ്റ് ലൈഫ്. അടുത്ത കമൻറ്റ്, മാഷാല്ലാ ചേച്ചി ഫൈനലി ഹാപ്പി ആയി, ലെറ്റ് ഇറ്റ് ബി ഓൾവേസ്. അടുത്ത കമൻറ്റ്, അറ്റ് ദിസ് യു ഫൈനലി റിയലൈസ് ദാറ്റ് കീപ്പിംഗ് ഇറ്റ് പ്രൈവറ്റ് അണ്ടിൽ ഇറ്റ്സ് പെർമനന്റ് ഇസ് ബെറ്റർ, ഇറ്റ് വാസ് നെവർ ടു ലേറ്റ്, ബട്ട് ബിഫോർ ഗെറ്റിംഗ് ടു അനദർ റിലേഷൻ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് പേഴ്സൺ ക്ലിയർലി, ബ്ലാ ബ്ലാ ബ്ലാ. ഇത്ര കമൻറ്റ് ആണെങ്കിൽ ഐ എം ഹാപ്പി. സത്യം ആരും കാണിക്കാൻ വേണ്ടി ഒന്നും ചെയ്യരുത്. പ്രൈവറ്റ് ലൈഫ് ഇസ് പീസ്ഫുൾ, ഫുൾ സപ്പോർട്ട്, മേ യു ഫൈൻഡ് ഹാപ്പിനെസ്, ലവ് ഫ്രം യുവർ പാർട്ട്ണർ, ബ്ലാ ബ്ലാ ബ്ലാ. ഇത്ര നല്ല ആളെ കണ്ടുപിടിക്കണം, മറ്റത്. സോ ഇനി എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ആ വീഡിയോ നിങ്ങളൊന്ന് പോയി കാണുക, അതിൻ്റെ കമൻറ്റ് സെക്ഷൻ എടുത്ത് നോക്കുക. അതിൽ വളരെ ചുരുങ്ങിയ നെഗറ്റീവ് കമൻറ്റ്സ് ഉള്ളൂ. അതായത് ഒരു 100ൽ 2 നെഗറ്റീവേ നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ. ബാക്കി എവറിബഡി ഈസ് ഹാപ്പി ഫോർ മീ. റിലേഷൻ കണ്ടുപിടിക്കണം, മച്ചാണ്, ഓ മൈ ഗോഡ് യു ആർ ഫൈനലി മൂഡ് ഓൺ, വി ആർ വെരി ഹാപ്പി ഫോർ യു. സോ അന്ന് കമൻറ്റ് ഇട്ട അതേ ആൾക്കാരാണ് ഇപ്പോൾ ഫ്ലിപ്പ് ആയിരിക്കുന്നത്. സോ യു ആർ ദ ഗൈസ് ഹു ഫ്ലിപ്ഡ്. ഞാനല്ല, ഞാൻ എൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ഇപ്പോഴും ഫ്ലിപ്പ് ചെയ്തിട്ടില്ല. ഞാൻ അന്ന് ഒരിക്കലും ഒരു സ്റ്റേറ്റ്മെൻറ്റ് വന്നിരുന്നു, ഞാൻ ഷിബിലി ഉള്ള സമയത്ത്, ഷിബിലി ഉള്ള സമയത്തൊന്നുമല്ല, ഞാൻ ഈ റിലേഷൻ ഡിവേഴ്സ് തരാണ്ട് ഞാൻ ഈ വേറെ റിലേഷനിലോട്ട് പോകത്തില്ല, ഞാൻ വിധവേനം പോലെ വെള്ള സാരി കൊടുത്ത് വന്നിരിക്കും, ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല. ആൻഡ് ഐ എം നോട്ട് ദ വൺ ഹു ചീറ്റഡ്. ഓക്കെ, ഐ എം എ പേഴ്സൺ ഹു ഇസ് ഫുൾ ഓഫ് ലവ്. എനിക്ക് ഒരു ആളോട് ഇഷ്ടമുണ്ടെങ്കിൽ ഞാനത് ഫുള്ളായിട്ട് പ്രകടിപ്പിക്കുന്ന ഒരാളാണ്. അപ്പം എൻ്റെ നഷ്ടമല്ല. ആൻഡ് എനിക്ക് ഡിവേഴ്സ് കിട്ടാത്ത ഇറ്റ്സ് ഫ്രം ദ അതർ സൈഡ്. ഓക്കെ, ആ ആൾ എനിക്ക് കുറേ പൈസ തരാനുണ്ട് എൻ്റെ അടുത്തുനിന്ന്, ഇത്രയും എന്നെ വഞ്ചിച്ചതിന് ഞാൻ ഇനി മാനനഷ്ടം എന്ത് തേങ്ങയാണെങ്കിലും അത് വാങ്ങാണ്ട് ഞാൻ അവനെ ഡിവേഴ്സ് ഞാനായിട്ട് ഇനി അങ്ങോട്ട് ഒപ്പിട്ട് കൊടുക്കത്തില്ല. എനിക്ക് ഇങ്ങോട്ട് ഒപ്പിട്ട് തരിക, എനിക്ക് എൻ്റെ നിന്ന് വാങ്ങിച്ച് അർഹതപ്പെട്ട എനിക്ക് തരാനുള്ള പൈസ എനിക്ക് തരിക. ഐ വിൽ ഹാപ്പിലി സൈൻ ഇറ്റ് ഓഫ്. ബിക്കോസ് ഞാൻ ഇനി ഒരു റിലേഷനിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് നെവർ വെൻ ഹി വാസ് ദെയർ. അങ്ങനെ ഒരു വ്യക്തിയോട് എനിക്ക് സ്നേഹം ഉണ്ടെങ്കിലോ, അല്ലെങ്കിൽ ഈവൻ വെൻ ദ റിലേഷൻ വാസ് ഫോളിങ് അപ്പാർട്ട്, അതായത് നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഇവൻ ഡിസംബർ വരെ നിങ്ങൾ കൂട്ടിക്കോ, ഈ മാസം അവസാനം വരെ ഞങ്ങൾ റിലേഷൻ നിർത്തി 2 മാസം കഴിഞ്ഞ് അവനെ അത്രയും പറ്റിച്ചു. ഞാനൊരു 500 മുകളിൽ എന്തായാലും പെൺപിള്ളേരുടെ കൂടെ അവനെ പൊക്കിയിട്ടുണ്ട്. അത് പൊക്കിയിട്ടും ഞാൻ വേറെ ആളുടെ കൂടെ ആ ടൈം വരെ പോയിട്ടില്ല, ഡിസംബർ വരെ. സോ ഇഫ് ഐ ഫൈനലി മൂഡ് ഓൺ, ഐ എം ഹാപ്പി വിത്ത് എ പേഴ്സൺ, ബി ഹാപ്പി ഫോർ ഇറ്റ്. അല്ലെങ്കിൽ നിങ്ങൾ ഏതോ കുറ്റം പറഞ്ഞു, ഐ ഡോണ്ട് കെയർ, ബിക്കോസ് ജെനുവൻലി ഐ എം വെരി ഹാപ്പി. ഞാൻ സന്തോഷമായിട്ട് ജീവിക്കുകയാണിപ്പോൾ. എനിക്കത് കൊളവാക്കാൻ താല്പര്യമില്ല. ആൻഡ് എനിക്ക് നിങ്ങളെ ബോധിപ്പിക്കാൻ വേണ്ടി ഒരാളെ ഇവിടെ വിളിച്ച് കൊണ്ടുവരുന്ന ഇരുത്തി ഇതിപ്പോഴത്തെ റിലേഷനാണ്, ഞങ്ങൾ ഇപ്പോഴാണ് ഇന്ന ടൈമിലാണ് റിലേഷൻ ആയതെന്ന് എനിക്ക് പറയാൻ താല്പര്യമില്ല. സോ ഇഫ് യു ഗൈസ് ആർ നോട്ട് ഹാപ്പി, ഇറ്റ്സ് ഓക്കെ. ആൻഡ് ഞാൻ ഷിബിലി എന്ന് പറയുന്ന വ്യക്തിനെ എക്സ്പോസ് ചെയ്യുന്നുണ്ടെങ്കിൽ, ഓക്കെ, അതിന് കാരണങ്ങളുണ്ട്.
അവൻ ഒരു റിലേഷൻ നിർത്തി വേറെ ഒരാളിലോട്ട് ഒറ്റ ഒരാളിലോട്ടാണ് പോയെങ്കിൽ ഐ വുഡ് നെവർ എക്സ്പോസ്. ഇത് ഞാനുള്ളപ്പോൾ തന്നെ ഒരു കുറേ പേരുടെ കൂടെ പോയി, ഞാൻ പോയി കഴിഞ്ഞ് വേറെ കുറേ പേരെ ഭീഷണിപ്പെടുത്തി, അവരുടെ അടുത്ത് നിന്ന് ഗോൾഡ് വാങ്ങിച്ചു. ഇപ്പോൾ തന്നെ നിങ്ങൾ കണ്ടല്ലോ ഈ വീഡിയോയിൽ തന്നെ ഫോൺ മോഷ്ടിച്ച കേസ് ഇട്ടു. ഇതുപോലെ ഞാൻ അറിയാത്ത ഇഷ്ടംപോലെ കേസുകളുണ്ടാവും, പറയാൻ പേടിക്കുന്ന പെൺപിള്ളേരുണ്ടാവും. ഇറ്റ്സ് ലൈക്ക് എ ക്രിമിനൽ, ഇവനൊരു ക്രിമിനലാണ്, ബോൺ ക്രിമിനൽ. അപ്പോൾ ഇങ്ങനെ ഒരു വൃത്തിയായിട്ട് ആറിനെ നമ്മൾ എക്സ്പോസ് ചെയ്തില്ലെങ്കിൽ എന്താണ് പിന്നെ എന്താ ചെയ്യേണ്ടത്? നിയമപരമായിട്ട് പോയിട്ട് എനിക്ക് ഒരു നടപടി ഉണ്ടെന്ന് തോന്നുന്നില്ല. ഇപ്പോഴും ഹീസ് ഡൂയിങ് ദ സെയിം ഷിറ്റ്. ഈ കമന്റ് എന്താണ് ഇനിയും ലല്ലുവിനെ ഇനി എക്സ്പോസ് ചെയ്യാറുണ്ടോ? ഇതിൽ കൂടുതൽ എന്ത് എക്സ്പോസ് ചെയ്യാൻ? അവൻ്റെ വീഡിയോ വരെ എടുത്തിട്ടു. ഇതിൽ കൂടുതൽ എന്ത് എക്സ്പോസ് ചെയ്യാൻ എനിക്ക് മനസ്സിലാവണില്ല. പിന്നെ എന്താണെങ്കിലും ഈ റിലേഷൻഷിപ്പ് സ്റ്റാറ്റസ് പ്രൈവറ്റ് ആയിട്ട് വെക്കാനെ കൊണ്ടാണ് താല്പര്യപ്പെടുന്നത് എന്ന് പറഞ്ഞേക്കുന്ന ആ ഒരു തീരുമാനത്തെ ഞാൻ സപ്പോർട്ട് ചെയ്യുന്ന കാര്യം. ഞാൻ പലപ്പോഴും പറയാണ്ട് ഈ സോഷ്യൽ മീഡിയ ഇത്രയും ആക്റ്റീവ് ഉള്ള ഒരു സമയത്തേക്ക് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ പ്രൈവസിയാണ്. അത് ഇല്ലാത്തത് കൊണ്ടാണ് ഇത്തരത്തിൽ ഇപ്പം എന്താണ്ട് ഇതുപോലെ കിടന്ന് എല്ലാം കൂടെ കിടന്ന് മെഴുകേണ്ട ഒരു സാഹചര്യം കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നത്. ഇതിനകത്ത് ഫസ്മിന ഈ പറയുന്നൊരു കാര്യമുണ്ട്, അവൻ ഇത്രയും ആൾക്കാരുമായിട്ടൊക്കെ പോയി അത് വിട്ടതിന് ശേഷമാണ്, അതായത് അവനുമായിട്ടുള്ള ആ ഒരു ബന്ധം വിട്ടതിന് ശേഷമാണ്, അവൻ പോയതിന് ശേഷമാണ് മറ്റൊരു ബന്ധത്തിൽ പോയതെന്നുണ്ടെങ്കിൽ അതിനകത്ത് ഒരു തെറ്റും ഫസ്മിനയുടെ കാര്യത്തിൽ പറയാനെ കൊണ്ട് പറ്റില്ല. കാര്യം അവൻ ഇങ്ങനെയാണ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പോയതിന് ശേഷമാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. പക്ഷേ ഇത് ഫസ്മിനയ്ക്ക് പറയാനെ കൊണ്ട് ഇത്രയും ദിവസം കാലതാമസം എടുത്തുകൊണ്ട് ഇത്രയും ഒരു മണിക്കൂറുള്ള വീഡിയോ ഇട്ട് അത്രയും ഇതായിട്ട് പറയേണ്ടതൊരു സിറ്റുവേഷനോ കാര്യങ്ങളോ ആയിരുന്ന ആ വീഡിയോക്കകത്ത് പറഞ്ഞേക്കുന്ന രണ്ട് കാര്യങ്ങൾ, ജവാൻ ജോയിൻ്റ് അടിച്ച് പിന്നെ ജെ നല്ലൊരു പരിപാടികൾ തന്നു എന്നൊക്കെ പറഞ്ഞേക്കുന്ന ഒരു സംഭവത്തെ പറ്റിയിട്ട് പറയാനെ കൊണ്ട് ഈ പറഞ്ഞേക്കുന്ന പറഞ്ഞാൽ മതിയായിരുന്നല്ലോ. ഇതുപോലെ ഈ ഡ്രഗ്സിൻ്റെ കേസ് ഗൈസ് നമ്മുടെ കൂട്ടുകാർ വീട്ടിൽ വന്ന് അവരടിച്ചേക്കുന്ന സംഭവമാണ്. ഞാൻ പിന്നെ ഡയറിക്കകത്ത് എഴുതി വെച്ചു. ഒപ്പം തന്നെ എനിക്ക് മറ്റൊരു റിലേഷൻ ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളൊന്നും നിലവിൽ ഞാൻ പറയാനെ കൊണ്ട് താല്പര്യപ്പെടുന്നില്ല. ഞാൻ മുമ്പ് ഒരു വീഡിയോക്കകത്ത് പറഞ്ഞിട്ടുണ്ട്, വേണമെങ്കിൽ അതിൻ്റെ ലിങ്ക് കൂടെ വെച്ച് കൊടുക്കാമെന്ന് പറയാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു മിനിറ്റിനകത്ത് പോട്ടെ, ഒരു റീൽ വീഡിയോ 3 മിനിറ്റോളം നമുക്ക് ഇടാൻ പറ്റില്ല. അതിനകത്ത് തീർത്ത് പറയാൻ പറ്റുന്നൊരു സാധനം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതല്ലെങ്കിൽ ഫസ്മിനേക്ക് ഇത് പറയാൻ വരുന്നു, ഇത്രയും താമസപ്പെടുത്തേണ്ട ഒരു ആവശ്യകത എന്തായിരുന്നു അല്ലേ? ഇപ്പം ഇതിനകത്ത് പറഞ്ഞാൽ ആ ഡയറിക്കകത്ത് പറഞ്ഞ ആരെന്നുള്ള ചോദ്യം എനിക്ക് അങ്ങനെ റിലേഷൻ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും പറയാൻ താല്പര്യമില്ല. നേരത്തെ പറഞ്ഞാൽ മതിയായിരുന്നല്ലോ അല്ലേ? അത് ഇത്രയും കാലതാമസം കൊടുത്തിട്ട് ആൾക്കാർ ഒരുമാതിരി ഇത്രയും ഇതാക്കിക്കൊണ്ട് പറയുമ്പോഴത്തേക്കിന് ആൾക്കാർ ഇപ്പം ഫസ്മിനകത്ത് തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ ആൾക്കാർ പെട്ടെന്ന് നേരെ തിരിഞ്ഞു, പ്ലേറ്റ് മറിഞ്ഞു, ലല്ലൂമ്പിനെ സപ്പോർട്ട് ചെയ്തു. അല്ല, അതൊന്നും അല്ല. ഫസ്മിനെ ഇത്രയും ദിവസം കാണിച്ചേക്കുന്ന ഈ പറയുന്ന ഈ പരിപാടികളുണ്ടല്ലോ, അതായത് ഡയറി ഞാൻ ഇന്ന് പറയും, നാളെ പറയും, മറ്റന്നാൾ പറയും, അത് കഴിഞ്ഞ പറയും എന്ന് പറഞ്ഞുകൊണ്ട് വലിച്ചു നീട്ടിക്കൊണ്ട് പോവാണ്. എടി, നമ്മുടെ ഒരു പേഴ്സണൽ ലൈഫിൽ ബാക്കിയൊക്കെ അവനെ എക്സ്പോസ് ചെയ്യുന്ന സാധനങ്ങളൊക്കെ ഒരു സൈഡിൽ കൂടെ നടക്കുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് തിരിച്ചൊരു സാധനം വന്നു. അത് വന്നപ്പോൾ ഒരു പെൺകുട്ടീനെ സംബന്ധിച്ചിടത്തോളം ആ ഒരു പെൺകുട്ടിക്ക് ഏറ്റവും മോശമായിട്ട് ബാധിക്കാനുള്ള കുറച്ച് സാധനങ്ങളാണ് ഈ വന്നേക്കുന്നത്. അപ്പം ഈ അങ്ങനെ ഒരു സംഭവം വന്നപ്പോഴത്തേക്കിന് ഈ പെൺകുട്ടി മറ്റൊരാൾ നല്ലൊരു ഈ പരിപാടികൾ തന്നെന്നൊക്കെ പറഞ്ഞാൽ സ്വന്തം ഡയറിക്കകത്തൊക്കെ എഴുതി വെച്ച് ഈ സംഭവം വെക്കുമ്പോഴത്തേക്കിന് സ്വാഭാവികമായിട്ട് എത്രയും പെട്ടെന്ന് അത് ക്ലാരിഫൈ ചെയ്യാനെ കൊണ്ടല്ല ശ്രമിക്കുകയുള്ളൂ. ഞാൻ ആലോചിക്കുന്നത് ഇവരുടെ വീട്ടുകാരുടെ കാര്യമാണ്. ഈ വീട്ടുകാരൊക്കെ ഇത് കണ്ടിട്ട് ഓക്കെ സൂപ്പർ അടിപൊളി എന്നും പറഞ്ഞിട്ട് നിൽക്കുകയാണ് വീട്ടുകാരല്ല. എനിക്കതാ മനസ്സിലാവാത്തത്. പിന്നെ രണ്ടാൾക്കാരും നല്ല ഒന്നിനൊന്നും വെച്ചാണ്. ഒരുത്തൻ ഇതുപോലെ സകലമാന പ്ലക്കുകൾക്കും പോയിട്ട് അത് വീഡിയോ ആയിട്ടും ഫോട്ടോ ആയിട്ടും ഷൂട്ട് ചെയ്ത് വെക്കുന്ന, തെളിവുകൾ എടുത്ത് വെക്കുന്ന ഒരു പ്ലക്കൽ വീരൻ. മറ്റേ തൊട്ടിപ്പുറത്തെ ഭാര്യയാണെങ്കിൽ ഈ വേറെ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം കൂടെ ഡയറിയിൽ എഴുതി തെളിവായിട്ട് വെച്ചേക്കുന്ന അടുത്തൊരാൾ. എല്ലാവരും ഡയറിക്കകത്ത് അന്നത്തെ ഒരു സാധനം ഞാൻ ഒന്നുകൂടി ഇങ്ങോട്ടൊന്ന് വെക്കാം. ടേൺഡ് ഇൻ ടു എ സെക്സ് മേനിയാക്, ഓ മൈ ഗോഡ് സ്റ്റിൽ ടോക്കിംഗ് ആൻഡ് എന്തോ ഇത് കൊടുത്തിട്ട് സെക്സ് ജെ ഗീവ് മീ ദ ബെസ്റ്റ് സെക്സ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കൊടുത്തേക്കാണ്. ഓക്കെ, ലല്ലുമ്പി പോയതിന് ശേഷമാണെന്നുണ്ടെങ്കിൽ ഓൾറെഡി വിവാഹത്തിന് മുന്നേ ഇത്തരത്തിൽ ഒരാളുമായിട്ട് റിലേഷൻ, ഐ മീൻ ഫിസിക്കലി ഇങ്ങനൊരു സംഭവം പോയിട്ടുള്ളൊരു പണി കാര്യങ്ങളൊക്കെ കിട്ടി, അങ്ങനെ ഒരു സീന് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഒരു സെക്സ് മേനിയാക്ക് എന്നുള്ള നിലയിലേക്ക് പോകുന്ന തരത്തിലൊരു ഇതിലോട്ട് പോയി എന്നുള്ള സംഭവം അതുവരെ എഴുതി വെച്ചേക്കാണ് ഡയറിയിൽ. ഒന്ന് ആലോചിച്ച് നോക്കണേ, തെളിവായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്, സൂപ്പർ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി കേൾക്കാം. ഞാൻ എടുക്കും, എൻ്റെ വാങ്ങിയ പൈസ എനിക്ക് എന്തായാലും തിരിച്ചു കിട്ടണം. ആൻഡ് ഞാൻ എന്തായാലും വൺ തിങ് ഐ എം ഫോർ ഷുവർ, എനിക്കിപ്പോൾ ഒരു റിലേഷൻ ഉണ്ടെങ്കിൽ പോലും ഞാൻ അവനുള്ളപ്പോൾ ഞാൻ പോയിട്ടില്ല. ഐ ഹാവ് എ റിലേഷൻ, ഐ ഷുഡ് ബി ഹാപ്പി, ഐ ആം ഹാപ്പി. ഓക്കെ, ആൻഡ് അതെനിക്ക് ഡിസ്ക്ലോസ് ചെയ്യാനും താല്പര്യമില്ല. ബട്ട് ഒൺലി തിങ് ഇസ് റിലേഷൻ ഉണ്ടെന്ന് പറഞ്ഞ് വേറെ ആളിലോട്ട് അത് ഇടാണ്ടിരിക്കുക. ബിക്കോസ് യു ഡോണ്ട് നോ ഹൂ ഐ എം ഇൻ എ റിലേഷൻ വിത്ത്. അപ്പം നമ്മൾ ഈ ജെ എന്ന് പറഞ്ഞ് എൻ്റെ ഫോളോയിങ്ങിൽ പോയിട്ടുള്ള ജയിലോട്ട് പോകാണ്ടിരിക്കുക. ആൻഡ് ഒബ്വിയസ്ലി ഐ എം നോട്ട് എ ഫൂൾ. ഞാൻ ഒരിക്കലും എൻ്റെ റിലേഷൻ ഉണ്ട് അങ്ങനെ ഒരാളുണ്ടെങ്കിൽ ഞാൻ ഫോളോ ചെയ്ത് വെക്കത്തില്ല. ബിക്കോസ് ഐ എം നോട്ട് എ ഫൂൾ. എനിക്കറിയാം എന്നെ ഉറ്റു നോക്കുന്ന ഇഷ്ടംപോലെ ആൾക്കാരുണ്ടെങ്കിൽ ഉണ്ടെന്ന്. സോ ഐ വോണ്ട് പബ്ലിക്കലി അത് ഞാൻ അത്ര എവിഡൻ്റ് ആക്കി വെക്കത്തില്ല. അതാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ റോങ് ആൾക്കാരെ ഇൻറ്റൻറ്റ് ചെയ്ത് അവരുടെ ലൈഫ് കൊളാക്കൊണ്ടിരിക്കുക, ഇതിലില്ലാത്ത ആൾക്കാരെ ഇൻവോൾവ് ചെയ്യാണ്ടിരിക്കുക. ബിക്കോസ് ദ ഗൈ ഹു വാസ് ഇൻവോൾവ് ഇൻ ദിസ് ഇസ് ഓൺലി 20 years old. അതൊരു ചെറുതാണ്, മനസ്സിലാക്കുക. ഐ എം 25, ഹീസ് 20.
സോ അത്രയും ഏജ് ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ചെറുക്കനെ പിടിച്ച് ഇതിലോട്ട് വലിച്ചിട്ടതിൽ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. ഇറ്റ് ഈസ് എൻ്റെ മിസ്റ്റേക്ക് പോലും അല്ല, വേറെ ആരുടെ മിസ്റ്റേക്ക് അല്ല. പക്ഷേ ഇത് ഷിബിലിയായിട്ട് ചെയ്ത് വെച്ചതാണ്, ഷിബിലിയായിട്ട് ക്രിയേറ്റ് ചെയ്ത സ്റ്റോറിയാണ്. സോ അതിന് ഷിബിലിക്ക് കൊടുക്കാവുന്ന അപ്പുറം ഞാൻ കൊടുത്തിരിക്കും. ഭാഗം ഇത്രേ ഉള്ളൂ, ഞാൻ ക്ലിയർ ചെയ്തു. ഞാൻ ഡ്രഗ്സ് ഉപയോഗിക്കുന്നില്ല. ആൻഡ് ദ ജെ മെൻഷൻഡ് ആൻഡ് ദ ജെ ദാറ്റ് വാസ് പുട്ട് ഇൻ ടു ദിസ് ഇസ് നോട്ട് ദ റിയൽ ജെ. അങ്ങനെ ഒരു ജെ ഉണ്ടെങ്കിൽ തന്നെ. സോ അവിടെ ഇവിടെയും തട്ടാണ്ട് ഞാൻ എൻ്റെ റിലേഷൻ്റെ കാര്യം പറഞ്ഞു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആൻഡ് ഐ വോണ്ട് ടു കീപ്പ് ഇറ്റ് ദാറ്റ് വേ. ഞാൻ ഒരിക്കലും എൻ്റെ റിലേഷൻ പബ്ലിക് ആക്കാൻ പോകുന്നില്ല. ഫൈൻ. കഴിഞ്ഞ വീഡിയോയിൽ ഈ ജലൻ്റെ കാര്യം പറഞ്ഞിട്ട് ഈവൻ ലല്ലൂമ്പി ഫോണിൽ സംസാരിക്കുന്ന ഒരു സംഭവത്തിൻ്റെ വോയിസ് ഉണ്ടായിരുന്നു, അത് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഈ പറയുന്ന ഫോളോ ചെയ്തിരിക്കുന്ന ഒരു ജലനല്ല, അത്രയ്ക്ക് ബുദ്ധിമതിയായിട്ടുള്ളൊരു വ്യക്തിയാണ് ഫസ്മിന. അപ്പം അങ്ങനെ ചെയ്യാത്തൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഇത്രയും ദിവസം ഈ ജലൻ എന്ന് പറഞ്ഞിട്ട് അവൻ്റെ ജിമ്മിനായിട്ട് നിൽക്കുന്നവൻ്റെ ഒരു ഇച്ചിരി ബ്ലറായിട്ടാണെങ്കിലും ഇവൻ്റെ ഫോട്ടോ സഹിതം വന്നിട്ട് ഇവൻ കുറച്ച് എക്സ്പോസ്ഡ് ആയിട്ടുണ്ടായിരുന്നു. ഇവൻ്റെ ആണെങ്കിലും ഇവ ഇന്ന ആളാണെന്ന് കുറേ ആൾക്കാർക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു. അപ്പം ഇത്രയും ദിവസവും ആ ഒരു വ്യക്തിനെ, ഇപ്പോൾ ഫസ്മിനെ അറിയുന്ന ഒരു വ്യക്തി ജലൻ എന്നുള്ള ഇത് പറയുമ്പോഴത്തേക്കിങ്ങനെ പേഴ്സണലി അടുത്തറിയുന്ന ആളുകൾക്ക് ഈ പറയുന്ന ഇവനെ അറിയുന്നുണ്ടാവണം, അല്ലെങ്കിൽ ജിമ്മിൽ പോകുന്ന ഇവരായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർക്ക് അറിയുന്നുണ്ടാവുമല്ലോ. അപ്പോൾ ഇത്രയും ദിവസവും ഈ ഫസ്മിനയുടെ പേരും പറഞ്ഞുകൊണ്ട് അപ്പോൾ അവനും ഈ ഇത്തരത്തിൽ കുറേ ബ്ലെയിം കാര്യങ്ങളൊക്കെ കേട്ടിട്ടില്ല. അവനല്ല യഥാർത്ഥ ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെയെങ്കിൽ അത് എത്രയും പെട്ടെന്ന് അപ്പം മറ്റൊരാൾക്ക് കൂടെ ഒരു പ്രശ്നം ഉണ്ടാകുന്ന തരത്തിലോട്ട് ഫസ്മിനയുടെ ഡയറിയിൽ ആ ഒരു എഴുത്ത് മാറിയിട്ടുണ്ടെങ്കിൽ അത് എത്രയും പെട്ടെന്ന് ഫസ്മിനയുടെ ഭാഗം സോൾവ് ആക്കുക, ആ പയ്യൻ്റെ കാര്യം സോൾവ് ആക്കി അവന് മോശമായിട്ട് വരാത്ത രീതിയിൽ ചെയ്യുക. അങ്ങനെ ഒരു പരിപാടിയല്ലേ ശ്രമിക്കേണ്ടത്. അതല്ലാതെ ഇത്രയും ദിവസം വെയിറ്റ് ചെയ്തിട്ട് ഇതൊക്കെ കൂട്ടുകാരടിച്ചുക, നമ്മളടിച്ചില്ല കേട്ടോ, കൂട്ടുകാരടിച്ചുക ഉള്ളതെന്ന്. പിന്നെ അത് കഴിഞ്ഞിട്ട് എനിക്കിത് പ്രൈവറ്റായിട്ട് വെക്കാനാണ് താല്പര്യം. ഇതങ്ങ് ആദ്യമേ പറഞ്ഞാൽ പോരായിരുന്നോ? ആദ്യമേ പറഞ്ഞായിരുന്നെങ്കിൽ ഇപ്പം ഈ പറയുന്ന ജെ, ആ ജെ അല്ല ഈ ജെ എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന നേരത്തെ പറഞ്ഞായിരുന്നെങ്കിൽ ഇവന് ഈ പറയുന്ന ആൾക്കാരുടെ മുന്നൊരു ബ്ലെയിം കേൾക്കേണ്ടി വരത്തില്ലായിരുന്നല്ലോ. അപ്പം അവന് കേൾക്കേണ്ടുന്ന ബ്ലെയിമിനെ പറ്റിയിട്ട് കാര്യങ്ങളൊന്നും ആലോചിച്ചിട്ടുണ്ടായിരുന്നില്ലേ? എന്താണെങ്കിലും അടിപൊളിയായിട്ടുണ്ട്. ഈ യൂണിവേഴ്സ് ഇവിടം കൊണ്ട് തീരുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, ഇതിനപ്പുറത്തോട്ട് ഇനി പുതുമയുള്ള സംഭവങ്ങൾ ഇനി ചിലപ്പോൾ ലല്ലൂമ്പി അത് ചെയ്തു ഇത് ചെയ്തു, മറ്റേ പെണ്ണിൻ്റെ പുറകെ പോയി, മറിച്ച പെണ്ണിൻ്റെ പുറകെ പോയി. അറിയാം ലല്ലൂമ്പി അതാണെന്നുള്ളത് അറിയാം. കൂടുതലായിട്ടൊന്നും പറയാനില്ല. എന്താണെങ്കിലും ഇത്രയും കേട്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നത് എന്നുള്ളത് തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ വരെ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ടാണ്. അപ്പോൾ ശരി, ബൈ.